ആലുവയിൽ രണ്ടിടങ്ങളിലായി വൻ കഞ്ചാവ് വേട്ട. 35 കിലോഗ്രാം കഞ്ചാവുമായി ഒരു മലയാളിയടക്കം 7 പേരെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ആലുവയിൽ രണ്ടിടങ്ങളിലായി വൻ കഞ്ചാവ് വേട്ട. 35 കിലോഗ്രാം കഞ്ചാവുമായി ഒരു മലയാളിയും 6 ഇതര സംസ്ഥാന തൊഴിലാളികളും പോലീസിന്റെ പിടിയിലായി. ഓട്ടോറിക്ഷയിൽ 25 കിലോ കഞ്ചാവുമായി വന്ന ബംഗാൾ സ്വദേശികളായ സുജൻ മണ്ഡൽ, ഇനാഫുൽ മണ്ഡൽ, മഫീഖുൾ മണ്ഡൽ, ആലുവ സ്വദേശി ആസാദ് എന്നിവരെ തോട്ടയ്ക്കാട്ടുകരയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 10 കിലോ കഞ്ചാവുമായി മുർഷിദാബാദ് സ്വദേശികളായ രാകേഷ് മണ്ഡൽ, ബാപ്പി വിശ്വാസ്, മഫീഖുൽ ബിശ്വാസ് എന്നിവരെ ദേശത്തു വെച്ചുമാണ് ജില്ലാ പോലീസ് മേധാവി കെ എസ് സുദർശന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഒഡീഷയിൽ നിന്നും തീവണ്ടി മാർഗമാണ് ഇവർ കഞ്ചാവ് എത്തിച്ചത്. അങ്കമാലിയിൽ തീവണ്ടി ഇറങ്ങി ഓട്ടോറിക്ഷയിൽ ആലുവയിലേക്ക് വരുന്ന വഴിയാണ് ആദ്യ സംഘത്തെ പിടികൂടിയത്. ഇവർ ഓട്ടോ ഡ്രൈവർ ആസാദിനാണ് കൊണ്ടുവന്നതെന്ന് പോലീസിനോട് പറഞ്ഞു. കിലോയ്ക്ക് 18,000 രൂപ നിരക്കിലാണ് ആസാദിന് നൽകിയിരുന്നത്. അങ്കമാലിയിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് കുട്ടമശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് ദേശത്തു വച്ച് 10 കിലോ കഞ്ചാവ് പിടികൂടിയത്. ഷോൾഡർ ബാഗിൽ വസ്ത്രത്തിൽ പൊതിഞ്ഞ് ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ജില്ലാ പോലീസ് മേധാവി KS സുദർശന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീം, പെരുമ്പാവൂർ ASP ഹാർദിക് മീണ, DYSPമാരായ J ഉമേഷ് കുമാർ, ബാബുക്കുട്ടൻ, ഇൻസ്പെക്ടർ KG ഗോപകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം, NBA, NAT അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.